Hi friends, welcome back to my channel. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതൊരു ഹാഫ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. ടോപ്പിന്റെ ഭാഗം ഇതിൽ എങ്ങനെയാണ് സ്ലീവ് അറ്റാച്ച് ചെയ്യാന്നാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. വളരെ ഈസിയായി 3/4 ആയിട്ടുള്ള സ്ലീവ് ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഓൾറെഡി ഞാൻ ഇവിടെ ഷോൾഡർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഷോൾഡർ എങ്ങനെ ഈസി വേയിൽ അറ്റാച്ച് ചെയ്യാം എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോളിലേക്ക് ഈ ഭാഗത്തേക്ക് എങ്ങനെയാണ് സ്ലീവ് 3/4 ആയിട്ടുള്ള സ്ലീവ് അറ്റാച്ച് ചെയ്യാം എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് ഓൾറെഡി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് കുഴിച്ച് കട്ട് ചെയ്യേണ്ടത് എല്ലാം ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിങ്ങനെ അറ്റാച്ച് ചെയ്യാം, ഈസി വേയിൽ എങ്ങനെ അറ്റാച്ച് ചെയ്യാം അത് നമുക്ക് സ്റ്റിച്ചിങ്ങിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നാൽ നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് പോകാം. ഇതാണ് ഫ്രണ്ട് പാർട്ട്. ഇതാണ് മിഡിൽ ഭാഗമായിട്ട് വരുന്നത്. ഈ ഭാഗത്തിനോടാണ് നമ്മുടെ സ്ലീവ് ചേർക്കേണ്ടത്. സ്ലീവിൽ നമ്മൾ ഓൾറെഡി മിഡിൽ പാർട്ടായിട്ട് കണ്ടുവച്ചിട്ടുണ്ട്. ഇതാണ് ഒരു സ്ലീവിന്റെ മിഡിൽ പാർട്ടായിട്ട് വരിക. നോച്ചസ് ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മള്. ആ ഭാഗം ഈ ഫ്രണ്ട് പാർട്ടിന്റെ മിഡിൽ പാർട്ടുമായിട്ട് ചേർക്കുക. ചേർക്കുമ്പോ നമ്മുടെ സ്ലീവിന്റെ ഫ്രണ്ട് പാർട്ടിന്റെ നല്ല വശവും സ്ലീവിന്റെ നല്ല വശവും തമ്മിൽ ചേർക്കണം. അപ്പൊ ഇത് ഇങ്ങനെ മറിച്ചിടുക. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങാൻ. നോച്ചസ് ഇട്ട ഭാഗവും ഈ മിഡിൽ പാർട്ടും ഇവിടെ നമ്മള് കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. ആ ഭാഗവും തമ്മിൽ ചേർത്ത് ആം ഹോള് ഇങ്ങനെ 1/4 ഇഞ്ച് വീതിയിൽ വിട്ടിട്ട് ഇങ്ങനെ നല്ല വൃത്തിയിൽ അടിച്ചു പോരും. അങ്ങനെ ടോപ്പിന്റെ നല്ല വശവും സ്ലീവിന്റെ നല്ല വശവും അതിന്റെ മിഡിൽ പാർട്ടും ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് പോരുക. അത് 1/4 ഇഞ്ച് വീതിയിൽ വിട്ട് ഇങ്ങനെ ആം ഹോൾ കൂടെ ചെരിച്ച് സ്റ്റിച്ച് ചെയ്ത് പോരുക. ആം ഹോളിന്റെ കുഴിച്ചു വെട്ടിയ ഭാഗം എത്തുമ്പോൾ നമ്മള് സൂചി താഴ്ത്തി ലിവർ പൊക്കി ഒന്ന് ചെരിച്ചു കൊടുക്കണം. കാരണം നമ്മളവിടെ കട്ട് ചെയ്ത് കൊടുത്ത ഭാഗമാണ്. അവിടെ എത്തുമ്പോൾ നമ്മളൊന്ന് ചെരിച്ചു കൊടുക്കണം. എന്നിട്ട് വീണ്ടും ലിവർ താഴ്ത്തി സൂചിയും താഴ്ത്തി എന്നിട്ട് മെല്ലെ സ്റ്റിച്ച് ചെയ്ത് പോരാ. ഇപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്തത് ഫ്രണ്ട് പാർട്ടാണ്. എപ്പോഴും മിഡിലിൽ നിന്ന് ഫ്രണ്ടിലേക്കും പിന്നെ മിഡിലിൽ നിന്ന് ബാക്കിലേക്കാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഒരുമിച്ച് ഒരിക്കലും സ്റ്റിച്ച് ചെയ്യരുത്. ഒരു സൈഡിൽ നിന്ന് തുടങ്ങി മറ്റേ സൈഡിലേക്ക് വന്ന് ചേരരുത്. എപ്പോഴും മിഡിൽ നിന്ന് വേണം തുടങ്ങാൻ. മിഡിൽ നിന്ന് സൂചി താഴ്ത്തി ലിവർ താഴ്ത്തി അവിടുന്ന് ഫ്രണ്ടിലേക്കും പിന്നെ ഇവിടുന്ന് ബാക്കിലേക്കും. ഇപ്പൊ ഞാൻ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഫ്രണ്ടിലത്തെ പാർട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലത്തെ പാർട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇനി ബാക്ക് പാർട്ടില് നമ്മൾ സൂചി താഴ്ത്തി ലിവർ താഴ്ത്തി അവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് പോയി. ഇത് സ്റ്റിച്ച് ചെയ്ത ഉൾവശാണ്.
ഇങ്ങനെ ഇരിക്കും. നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തു. ഇനി ഇത് നമുക്ക് മറിച്ചിട്ട് നോക്കാം എങ്ങനെയുണ്ട് എന്ന്. സ്ലീവ് അറ്റാച്ച് ചെയ്ത് നല്ല വൃത്തിയിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഫ്രണ്ട് ആം ഹോൾ ഭാഗം നന്നായി കുഴിഞ്ഞു വന്നിട്ടുണ്ട്. സ്ലീവ് ഭാഗത വൃത്തിയിൽ കിട്ടി. ഇനി നമുക്ക് ഈ പാർട്ട് ജോയിൻ ചെയ്യണം. ഈ പാർട്ട് ജോയിൻ ചെയ്യണതിന് മുൻപായിട്ട് നമുക്ക് സ്ലീവിന്റെ ഉൾവശം ഉള്ളിലേക്ക് 1/4 ഇഞ്ച് ചേർത്ത് ഉള്ളിലേക്ക് മടക്കിയടിക്കണം. ഇപ്പൊ നമ്മൾ സ്ലീവ് ഭാഗം നമ്മൾ ഉള്ളിലേക്ക് മടക്കിയടിക്കുകയാണ്. ആം ഹോൾ റൗണ്ട് ഞാൻ എടുത്തിരിക്കുന്നത് 7 ഇഞ്ചാണ്. അതിന്റെ കൂടെ ലൂസ് അലവൻസ് ആയിട്ട് 2 ഇഞ്ചും എടുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടെ ഓൾറെഡി. ശേഷം സ്ലീവിന്റെ റൗണ്ട് 7 ഇഞ്ച്, മൊത്തം 7 ഇഞ്ചാണ്. ആ 7 ഇഞ്ചിന്റെ കൂടെ ലൂസ് അലവൻസ് ചേർത്ത് 9 ഇഞ്ച്, അതിന്റെ പകുതി 4.5. അതാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാൻ പോകുന്നത്. 4യുടെ കൂടെ കുറച്ച് ഒരു 1/2 ഇഞ്ചും കൂടി ചേർത്ത് 5 ഇഞ്ച്. 5 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ശേഷം രണ്ടും കൂടി ചേർത്ത് ജോയിൻ ചെയ്യാം. ഇവിടെ ഇപ്പൊ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൂടെ സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്ത് എങ്ങനെ ഉണ്ടാവും ഒരു സ്ലീവ് എന്ന് നോക്കാം. എപ്പോഴും സ്ലീവ് എൻഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണം. സൂചി താഴ്ത്തി ലിവർ താഴ്ത്തി ഇവിടുന്ന് നമുക്ക് ലോക്കിട്ട് തുടങ്ങാം. ഇപ്പൊ ഓൾറെഡി നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യൽ കഴിഞ്ഞു. ആം ഹോളൊക്കെ നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സൈഡും സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 2 സൈഡും നല്ല ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്യൽ കഴിഞ്ഞു. ഇപ്പൊ വൃത്തിയില് സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. മനസ്സിലായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ്.